ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ രാവിലെ വെള്ളം നിറഞ്ഞപ്പോൾ ഞാൻ പൈപ്പ് കൂട്ടാൻ പുറത്തേക്കൊന്ന് വന്നതാണേ. അപ്പം നമ്മുടെ ചാമ്പയ്ക്കൊക്കെ ഒരുപാട് പഴുത്ത് കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളെന്ന് വെച്ചാൽ പതിവ് പോലുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ വീഡിയോ ഇടണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ അടുക്കള വിശേഷങ്ങളേ ഉള്ളൂ. അല്ലാതെ വീട്ടുവിശേഷങ്ങളും അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല ഇടാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ മോന് ഫുഡ് കൊടുത്തു വിടേണ്ടതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ രണ്ടുപേരും കുളിച്ച് അടുക്കളയിൽ കയറിയിട്ട് ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കറികൾ, പിന്നെ രാവിലെ കഴിക്കാനുള്ള ഫുഡ് എല്ലാം കൊടുത്തു വിടണം. അപ്പോൾ അതിനായിട്ടുള്ള തിരക്കിലൊക്കെയാണ്. വീട്ടമ്മമാർ അങ്ങനെയൊക്കെ ആണല്ലേ. കാര്യം വെച്ചാൽ ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിലും ജോലിക്ക് പോകേണ്ടവർക്കാണെങ്കിലും രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി അവരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനപ്പെട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെയുള്ള ജോലികളെന്ന് വെച്ചെന്നാൽ ഇന്നിപ്പം ചോറ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറിക്കെന്ന് വെച്ചാൽ അരച്ചുകൂട്ട് മോര് വെള്ളരിക്കയായിട്ട് മോര് കാച്ചിയിട്ടുണ്ട്. ഉടിപ്പയറുണ്ടായിരുന്നേ, നാടൻ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, വൻപയർ മോനിന്ന് കഴിക്കാനായിട്ട് ഓഫീസിൽ ചെന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വൻപയർ പുഴുങ്ങിയിട്ടത് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ എടുത്തത്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞ്. രാവിലെ വേറെ ദോശയായിരുന്നു. അപ്പോൾ ദോശ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മൈദ ദോശയായിരുന്നു. അപ്പോൾ ദോശ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പയറാണ് പുഴുങ്ങി എടുത്തിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ടിഫിൻ കൊടുത്തു വിട്ടത്. പിന്നെ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി, പിന്നെ മോര് കാച്ചി എടുത്തത്. പിന്നെ ഇന്നലത്തെ കറി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. മലയ്ക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറികളൊക്കെ തന്നെ ആകാമെന്ന് വിചാരിച്ച്. തലേ ദിവസത്തെ ഒന്നും നമ്മൾ കഴിക്കാൻ കൊടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കറികളെല്ലാം ആക്കി എടുത്തിട്ട് ടിഫിൻ എല്ലാം പാത്രങ്ങളിലൊക്കെ എല്ലാം ആക്കുന്നുണ്ട്. മോനെ പറഞ്ഞു വിട്ടിട്ട് വേണം ബാക്കിയുള്ള ജോലികൾ. അപ്പോൾ നമ്മൾ ദോശയും ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം മോന് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് കൊടുത്ത് മോൻ പോയതിന് ശേഷം പിന്നെ നമുക്ക് സമാധാനപ്പെട്ടിട്ട് നമുക്ക് കഴിക്കാനുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ചമ്മന്തി വെച്ചിട്ട് ഒരു ചമ്മന്തിക്കറി ഉണ്ടാക്കണം, ദോശയും ചുടാമെന്ന് കരുതിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളിലേക്കൊക്കെ അത് ആക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേയിട്ട് കല്യാണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എഡിറ്റിങ് പൂർത്തിയാകാത്തത് കൊണ്ട് ഞാൻ പിന്നെ അടുത്ത ഒരു വീഡിയോയിലേക്ക് മാറ്റി വെച്ചു. കാരണം വെച്ചാൽ ഞാനിപ്പോൾ അത് ഇടാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നാളത്തേക്ക് വീഡിയോ പോകില്ല. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീഡിയോ വരേണ്ടതല്ലേ. അപ്പം നമുക്ക് ആ ക്രമം തെറ്റിപ്പോണതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അത് പകുതിയായിട്ടുള്ളൂ എഡിറ്റിങ്. ഇപ്പം കല്യാണത്തിൻ്റെ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലെങ്തി അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ചുരുക്കി എടുത്തിട്ട് പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസ് ആയിട്ട് മാത്രം ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ലെങ്ത് കൂടിപ്പോയാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എഡിറ്റിങ്ങിലൂടെ നമുക്കത് കുറച്ചെടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതേ ചോറും കറികളും കഴിക്കാനുള്ളതെല്ലാം ഞാൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മോര് ഞാനൊരു ചെറിയൊരു ടിന്നിലാണ് എടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ എഴുതി അറിയിക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി കുടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാതിക്കലേ കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നേരം അത് അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴാണ് മോൻ പോകാനായിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പം ഞാൻ പിന്നെ ചൂല് കൊണ്ടിന്ന് മാറ്റി വെച്ച്. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് ബാക്കി അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അവിടെ നിൽക്കുകയാണേ. പിന്നെ ബാക്കി ഇലകൾ കിടന്നതും കൂടെ ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ചിട്ട് ഞാൻ അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ അനു പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി അനു ഇവിടെ അടിക്കുന്നുണ്ടേ. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും കക്ഷി അറിയുന്നില്ലായിരുന്നു.
പെട്ടെന്ന് മുഖത്തൊരു എക്സ്പ്രഷൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കാണട്ടെ, ഞാനിത് എഡിറ്റ് ചെയ്ത് മാറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പ്ലാസ്റ്റിക് ചൂലുകൊണ്ട് തന്നെ അടിച്ചിട്ട് ഇലകൾ പോണില്ല. മാത്രമല്ല ഈ ചാമ്പക്കയുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ചാമ്പക്ക ഉണ്ടല്ലോ, അത് അതിൻ്റെ ആ വിടവിൽ നിന്ന് അടിച്ചാലൊന്നും പോകുകയില്ല. ഞാൻ ആ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ചോണ്ടിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയിൽ വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ തേങ്ങ പൊട്ടിച്ചതും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് ചിരണ്ടി അത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അനു ഇവിടെ ദോശ ചുട്ടെടുക്കാൻ പോയണേ. രാവിലത്തെ ജോലികളൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടയിലൊന്ന് പോകണം. അപ്പം ഞാനും അനുക്കുട്ടിയും കൂടിയാണ് കടയിൽ പോകുന്നത്. അപ്പോൾ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിയിട്ട് ഓട്ടോയിൽ പോരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മോള് കോളേജിൽ പോകാൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ മോൾക്ക് കഴിക്കാനുള്ളതും കൊടുത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും കൂടെ എടുത്ത് മോളെ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് കടയിലേക്ക് പോകാനായിട്ട്. ദോശയും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ചിരണ്ടിയിട്ടിട്ട് റൊട്ടിയായിട്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ മോള് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയാണ്. പിന്നെ അതിനുശേഷം ഞാനും അനുക്കുട്ടിയും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ റെഡിയായിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ പോയത്. രാവിലെ നല്ല വെയിലല്ലേ, വെയിൽ കൊണ്ട് തലവേദനയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് കടയിലേക്ക് പോയത്. അങ്ങനെ പോയിട്ട് കടയിൽ ചെന്നിട്ട് വെച്ചാൽ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിസ്റ്റിൽ പെടാത്ത കുറച്ച് സാധനങ്ങളൂടെ വാങ്ങേണ്ടി വന്നു അവിടെ നിന്ന്. പിന്നെ അരി വാങ്ങിച്ച് 15 കിലോ സുരേഖ അരിയായിരുന്നു. പിന്നെ തേങ്ങ വേണമായിരുന്നു. പിന്നെ കടുക്, ജീരകം, അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി, തേയില, പഞ്ചസാര, അവല്, പിന്നെ പൊടി ഐറ്റംസ്. തേയില ഞാൻ 1/2 കിലോത്തിൻ്റെ പാക്കറ്റ് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചക്കര ഇട്ടാണ് രാവിലെ നമ്മൾ ചക്കര കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ ചക്കര ഞാൻ 1 കിലോ ചക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റവ, മൈദ, അരിപ്പൊടി, അങ്ങനെ അരി പൊടിപ്പിച്ചതൊന്നും ഇരിപ്പില്ലായിരുന്നു. അങ്ങനെ പിന്നെ പയർ വർഗ്ഗങ്ങൾ, പരിപ്പ്, കിഴങ്ങ്, സവോള, ഉള്ളി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും സവോള ഇതെല്ലാം ഞാൻ തന്നെ നിരത്തി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് നിരത്തിയിട്ടില്ലെങ്കിൽ ചീഞ്ഞു പോകും. അത് കാരണം പിന്നെ എല്ലാം അത് ഇടേണ്ട സ്ഥലത്ത് തന്നെ. പിന്നെ ടിന്നിലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക്, നമ്മൾ കാശ്മീരി മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എരിവ് തീരെ കുറഞ്ഞ മുളക്, അത്യാവശ്യം എരിവും ഉണ്ട്, എന്നാൽ നല്ല കളറുമാണ്. അതുകൊണ്ട് ഞാൻ ഈ മുളക് തന്നെ ഒരു 2.5 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കിത് പൊടിപ്പിച്ച് എടുക്കണം. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ കഴുകിയിടുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉടനെ തന്നെ പൊടിപ്പിച്ചൊക്കെ വെക്കാം. പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇപ്പം മിക്ക ദിവസങ്ങളിലും മഴക്കാർ വെക്കുന്നുണ്ട്, പെയ്യുന്നില്ല. ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 ദിവസത്തേക്ക് മഴ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഇത് കഴുകി ഉണക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കഴുകുന്നത് കൊണ്ട് 2 ദിവസത്തെ വെയിലെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ടെറസിൽ കൊണ്ടുവന്ന് ഞാൻ 2 പായയിലതായിട്ട് വിരിച്ചിട്ടപ്പോൾ നല്ല വെയിലാണ്. വെയിലത്തിരുന്ന് അതൊന്ന് ചിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തോർത്ത് തലയിട്ടിരുന്നാണ് മുളക് ഉണക്കുന്നത്. കഴുകിയിട്ടത് കൊണ്ടേ മുളകിനകത്ത് ചില മുളകിനകത്തൊക്കെ വെള്ളം കയറും. അപ്പോൾ അത് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഉണങ്ങത്തില്ല. അപ്പോൾ 2 ദിവസത്തെ വെയിലുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഉണക്കിയിട്ട് അത് പൊടിപ്പിച്ച് വെക്കണം. നമുക്ക് മുളക് പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് തീരുന്നതിനുള്ളിൽ നമുക്കിത് ഉണക്കിയെടുത്താലേ പൊടിപ്പിച്ച് വെക്കാൻ പറ്റുള്ളൂ. കടയിലെ മുളക് പൊടിയൊന്നും നമ്മൾ കറിയിൽ ചേർത്ത ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ കഴുകി ഉണക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ പൊടി ചേർക്കുന്നതല്ലേ നല്ലത്. ഇച്ചിരി കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂട്. വെയിലത്ത് വന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ച്. പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കവർ പാൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ചായ ഇട്ട് പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്